യേശുവിൻ നല്ല സ്നേഹത്തെ ഞാൻ രുചിച്ചു എൻ ജീവിതത്തിൽ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലങ്ങളായ ദിനങ്ങൾ ഓരോന്നും നമ്മളെ വിട്ട് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക്, മണിക്കൂറുകളിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. എത്രയോ ആപത്തുകൾ, അനർത്ഥങ്ങൾ അനേകരെ പിടികൂടിയപ്പോൾ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ നമ്മളോടുകൂടെ ആരാധിച്ചിരുന്നവരും നമ്മളെ അറിയാവുന്നവരും അല്ലാത്തവരുമായ അനേകര് ഈ വർഷം അവസാനം കാണാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. അവരുടെയൊക്കെ ബന്ധുമിത്രാദികൾ കുറച്ച് നാള്, 1 മാസം അല്ലെ 2 മാസം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിഞ്ഞിട്ട് നോർമൽ ജീവിതത്തിലേക്ക് വന്നു. അവരെ ഓർക്കുന്നു പോലുമില്ല. ഹല്ലേലൂയ. അവരെ ഓർത്തിട്ട് വലിയ കാര്യവുമില്ല. മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓർമ്മ നമുക്കുണ്ടെന്നുള്ളതല്ലാതെ ദൈവവചനപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി ജാഗരിക്കുന്നതും നിരർത്ഥകമാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ എപ്പോഴാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അവർ ജീവനോടിരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഈ ജീവൻ നമുക്ക് തന്ന ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സാധാരണ ഈ 1-ാം സങ്കീർത്തനം ഒന്നും ആരും എടുക്കാറില്ല. എന്നാൽ ഈ ദൈവവചനം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ, ജീവനുള്ള ദേഹിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണം? 2 പഠനങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് 2 കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഒന്ന്, നീതിമാന്മാരെ ദൈവം എങ്ങനെ അറിയും? രണ്ടാമത്തേത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ദുഷ്ടന്മാരെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് പറയപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ ബാക്കിയുള്ള സങ്കീർത്തനങ്ങളെല്ലാം കോർത്തിണക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വഴി പകർന്നു തരുന്ന ഒരു വലിയ സങ്കീർത്തനമായി ഇതിനെ കരുതാം. ഹല്ലേലൂയ. സ്തോത്രം. ഇതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഈ ബൈബിള് മുഴുവൻ പഠിച്ചാൽ ഈ വചനത്തിലൂടെ 14 തരം ഭാഗ്യവാന്മാരെ കുറിച്ച് ഈ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു.
2, അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 4, യഹോവ അകൃത്യം കണക്കിടാതെ മനുഷ്യർ ഭാഗ്യവാന്മാർ. അതിൻ്റെ 5 ഭാഗ്യവാനെ കുറിച്ച് പറയുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അതിൻ്റെ 6 വാക്യശകലം ഇങ്ങനെയാണ്: യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ 8 വാക്യം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ 9 ഭാഗ്യവാൻ യഹോവ ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. 94-13 വാക്യമാണ് സങ്കീർത്തനം. യഹോവയെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അത് 119-1 വാക്യമാണ്. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്തിൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. സദൃശവാക്യം 8-32. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ ഭാഗ്യവാന്മാർ. യെശയ്യാവിൻ്റെ പുസ്തകം 30-18 ആ ഭാഗത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ 14 തരം ഭാഗ്യവാന്മാരെ കുറിച്ച് ഈ വചനം പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത്ര വലിയ ഒരു ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഈ വചനം പറയുന്നത് പോലെ കടന്നു വരണമെന്ന് വരികിൽ അവൻ ആരായിരിക്കണം? അതാണ് ഈ സങ്കീർത്തനം 1 അധ്യായം പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ആഴത്തിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടുത്തെ ഭാഗ്യവാൻ, 1 ഭാഗ്യവാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും പല ഇടങ്ങളിലും പോകുമ്പോൾ വഴി അറിയാതെ പലരോടും വഴി ചോദിക്കും. ചിലർ നല്ല വഴി പറഞ്ഞു തരും, ചിലർ പറയത്തില്ല, ചിലർ ഇവനൊന്ന് അനുഭവിക്കണമെന്ന് കൊണ്ട് തെറ്റായ വഴി പറഞ്ഞോളൂ. ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ജീവിതത്തെ മൊത്തമായിട്ട് ഹല്ലേലൂയ നേർവഴിയിൽ കാണിക്കുന്നത് ആരാണ് ഈ ലോകത്തിലുള്ളത്? അതൊരാളേ ഉള്ളൂ. ഹല്ലേലൂയ. നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും ഗൂഗിളിന് പോലും വഴി കാണിക്കാൻ മേലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. ആർക്കും വഴി കാണിക്കാൻ മേല, വഴി മുട്ടിയ ഒരവസ്ഥ. ഇനിയും എങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കും? ഹല്ലേലൂയ. വചനം പറയുന്നത് ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിലെല്ലാം പൊത്തുവരുത്ത പ്രാർത്ഥനയിലൊക്കെ കഴിഞ്ഞിരുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും ഹല്ലേലൂയ എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ എൻ്റെ
അരക്ഷിതാവസ്ഥയിൽ, ആര് സഹായമില്ലാത്ത അവസ്ഥയിൽ, വഴി ഇതാവുന്നു അതാവുന്നു എന്ന് അനേകര് പറഞ്ഞു തരുമ്പോഴും എൻ്റെ പ്രിയ പത്നിയോട് ചോദിച്ചാൽ അറിയാം, അനേകര് വഴി പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പിന്നീട് ഓർത്ത് ചിരിക്കാറുമുണ്ട്. അവങ്കിലേക്ക് നോക്കുക പ്രകാശനായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല, ഇന്ന് വരെയും ലജ്ജിപ്പാൻ ഇടയാക്കിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ഈ വാക്യം വളരെ നാളുകൾ പിറകിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അത് പ്രത്യേകം നമ്മൾ വളരെ അടിവരയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ അനേകരെ നമ്മൾ പരിഹസിക്കാറുണ്ട്, എന്നിട്ട് നമ്മൾ ചിരിക്കുകയും ചെയ്യും, ഇല്ലേ? അനേകരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ എടുത്തു പറയാറുണ്ട്. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക പോലും ചെയ്യരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാ പേരെടുക്കാതെ ചില തമാശകളൊക്കെ പറയുന്നതിനും കുഴപ്പമില്ല. അത് ജീവിതത്തിന് ഒരു സന്തോഷത്തിന് ആവശ്യമാണ്. എന്നാൽ പേരെടുത്ത് ഹല്ലേലൂയ അവർ ചെയ്തത് നല്ലതാകട്ടെ തെറ്റാകട്ടെ മണ്ടത്തരമാകട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, അത് മറ്റുള്ളവരുടെ മധ്യത്തിൽ നമ്മൾ അവരെക്കുറിച്ച് പരിഹസിച്ച് കഴിഞ്ഞാൽ അവർ കേൾക്കുന്നില്ലായിരിക്കും. പക്ഷേ മാറി നിന്ന് കേൾക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നമുക്ക് മാർക്കിടും. അത് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഹോ, ഏത് പ്രയാസഘട്ടങ്ങളിലാകട്ടെ, ജീവിതം തീർന്നെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നിന്നെ കൈ പിടിച്ച് നടത്തുവാൻ എൻ്റെ ദൈവം ഹല്ലേലൂയ ഉയരത്തിലുണ്ട്. ആ മുഖത്തേക്കൊന്ന് നോക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്റെ ഹൃദയം അവിടെ ഒന്ന് ഹല്ലേലൂയ കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്നുവരെയും ലജ്ജിപ്പിച്ചിട്ടില്ലാത്ത ദൈവം നിന്നെ നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ഇരുന്ന് ഹല്ലേലൂയ കരയുകയും പ്രാകുകയും ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ കരഞ്ഞാലോ പ്രാകിയാലോ സ്വയം ശപിച്ചാലോ ഹല്ലേലൂയ നീ മാടാവുമെന്നുള്ളതല്ലാതെ ജീവിതത്തിൽ ഒരു റിക്കവറുമില്ല. ഹല്ലേലൂയ. എന്നാൽ മൗനമായി കഥകടച്ചിട്ട് മുട്ടുമടക്കി ആ മുഖത്തേക്കൊന്ന് നോക്കുക. ഹല്ലേലൂയ. നിന്റെ എല്ലാ ഭാരങ്ങളും എൻ്റെ മേലിട്ട് കൊടുക്കുക. ഞാൻ നിന്നെ പുലർത്താം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എൻ്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് വഴി നടത്തുവാൻ ഹല്ലേലൂയ എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വരും. ഏത് വിഷയമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്തില് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. സർവത്തിൻ്റെയും ഉടയവനാണ് ദൈവം. ജീവന്റെ ഉടയവനാണ് ദൈവം. ഹല്ലേലൂയ. ഇത്ര വലിയ ഒരു ദൈവത്തെ ഹല്ലേലൂയ അടുത്തറിയുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രയാസപ്പെടണ്ട. ഹല്ലേലൂയ. ഒരു ബല 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 ബല.
ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഞാൻ ആ ഭാഗമൊന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? എടാ, അവന് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ നിന്റെ പ്രയാസങ്ങൾ അവനോട് പറഞ്ഞാൽ അവൻ നിനക്ക് മാർഗം കാണിച്ചു തരുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യനെയും ആശ്രയിക്കേണ്ട കാര്യമില്ലെന്ന വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ വേദനകള്, പ്രയാസങ്ങള്, ഭാരങ്ങള്, നെടുവീർപ്പുകള്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആരാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ രണ്ടാം വാക്യം വായിച്ച്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഈ ഭാഗ്യമുള്ളത്. അവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിളും എടുത്തുകൊണ്ട് രാവിലെ പോയി ഒരിടത്തിരുന്ന് അങ്ങ് വായിച്ചുകൊണ്ടേ ഇരിക്കാനൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ വായിച്ചിട്ട് കാര്യവുമില്ല. അവൻ്റെ ചിന്താഗതി വേറൊരിടത്താണെന്ന് വരിയിൽ ഈ ബൈബിൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, വചനം വായിക്കണം, പഠിക്കണം. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്ന കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ദാവീദ് എഴുതിയിരിക്കുന്നത്. ഹൃദയം കൊണ്ട് വചനം ധ്യാനിക്കുന്നവൻ പാട്ടും പാടും. ഹല്ലേലൂയ. അതും ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സന്തോഷം, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. ആ സന്തോഷം ഹൃദയത്തിൽ വരണമെന്ന് വരികിൽ രോഗമില്ലാതിരിക്കണം, ഭാരമില്ലാതിരിക്കണം, പ്രതികൂലങ്ങളില്ലാതിരിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സന്തോഷം ഉള്ളിൽ വരണമെന്ന് വരികിൽ രാപ്പകൽ ദൈവത്തെ ധ്യാനിക്കണം. നിന്റെ ഊണിലും ഉറക്കത്തിലും, ഹല്ലേലൂയ, അനേക കാര്യങ്ങൾ നിന്റെ തലയിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ നീ മാടാവും. സ്ഥിരബുദ്ധി നിന്റെ നഷ്ടപ്പെടും. അതാണ് ഈ ലോക ജീവിതം. ഈ ലോകത്തിലേക്ക് നോക്കി നെടുവീർപ്പിടുവാനല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആഴമായിട്ടൊന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധി ഒന്ന് പകരാം. രാപ്പകൽ ദൈവസന്നിധി ധ്യാനിക്കുവാൻ ഉള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ. ആ മുഖത്തേക്ക് നോക്കി, ആ തേജസ്സിന്റെ മുഖം, ഹല്ലേലൂയ,
ഉൾക്കണ്ണുകൊണ്ട് കണ്ട ഒരു ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് ഒന്ന് തുടങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു അനുഭവം നമുക്ക് ഉണ്ടെന്ന് വരികില്ല. ഹല്ലേലൂയ. അതെല്ലാം അവിടെ കിടക്കട്ടെ. ഞാൻ ആരാണ്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, രക്ഷിതാവ് സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് വരികില് നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട, കണ്ണുനീരൊഴിക്കണ്ട. ഹല്ലേലൂയ. മുട്ടുകൾ മടക്കി, ഹല്ലേലൂയ, രാപ്പകൽ ദൈവത്തിനെ ഒന്ന് ധ്യാനിച്ചാൽ നിന്റെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ നീ അറിയാതെ വിട്ടൊഴിയുന്നത് സ്വന്തമായി അനുഭവിക്കുവാൻ കഴിയും. ആ ഭവനത്തിൽ, ഹല്ലേലൂയ, ദൈവം വസിക്കുവാൻ തുടങ്ങും. അതേ സമയത്ത് സ്വയം ഭ്രാഗുകയും മറ്റുള്ളവരെ ഭ്രാഗുകയും കുറ്റം പറയുകയും വേണ്ടാത്തതെല്ലാം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പറച്ചില്, നിന്റെ ആ വാക്കുകൾ നോക്കി, ഹല്ലേലൂയ, നിന്റെ മക്കൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഓർത്തു കൊള്ളണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ സ്വയമായിട്ടൊന്ന് സമർപ്പിക്കാമോ? അടുത്ത വാക്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ആ വാക്യം എന്നെ വളരെയധികം ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ശക്തീകരിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. ആരാണ്? രാപ്പകൽ ധ്യാനിക്കുന്നവന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതും, ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഈ ആറ്റരികത്ത് ഉള്ള തെങ്ങുകൾ, മാവുകൾ, ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ നല്ല ഫലം കായ്ക്കുന്നതും വളരെ ആരോഗ്യത്തോടെ വളരുന്നതുമാണ്. എന്താ കാര്യം? ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിലാണ് അത് നിൽക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ആ ഒരു, ഹല്ലേലൂയ, വളക്കൂറിൽ എന്നും നനവോടെ നിൽക്കുന്ന വൃക്ഷം ഒരു കാലത്തും ഇല വാടില്ല. ആമേൻ. അതല്ലാതെ വെള്ളമില്ലാത്തതും പാറയും ഉണങ്ങിയുമായിട്ടുള്ള സ്ഥലത്ത് വീഴുന്നതെല്ലാം അധികം താമസിയാതെ ഉണങ്ങിപ്പോകും. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാപ്പുകൾ ധ്യാനിക്കുന്നവനാണെന്ന് വരികില് നിന്റെ കാര്യത്തിന് മറുപടി തരാതെ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ് സേവിക്കുന്നത്. മകനെ, മകളെ, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ എപ്പോഴും, ഹല്ലേലൂയ, ആ ദൈവത്തെ ഞാൻ കാണാറുണ്ട്. ഹല്ലേലൂയ. എനിക്കത് വിവരിപ്പാനായിട്ട് കഴിയുന്നില്ല. അത്ഭുതങ്ങളുടെ ദൈവ. ഏത് വിഷയത്തിന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിന് ഇന്ന് വരെയും മറുപടി തരാതെ പോകുന്ന ഒരു ദൈവമല്ല. അതല്ലെന്ന് വരികിൽ ഒരു വഴി അടഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ആമേൻ. അധികം താമസിയാതെ തന്നെ വലിയൊരു വഴി അവിടെ നിനക്ക് തുറന്നിട്ടായിരിക്കും ഈ വഴി അടയ്ക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ 21 ദിവസം ഉപവാസം എടുത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയമാകട്ടോ.
അതിന് ദൈവം ഇതുവരെ മറുപടി നൽകി തന്നിട്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എൻ്റെ കർത്താവിൻ്റെ പരിപാടി. ആമേൻ. ഒരു കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ കാലങ്ങളെ എല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ഈ കാര്യത്തിന് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട എൻ്റെ പൊന്നു മകനെ, മകളെ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇതുവരെ എത്തിച്ച ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അപ്പോൾ മുട്ടുമടക്കും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ മാത്രം മതി. ഇപ്പോൾ നമ്മൾ പാടിയ പാട്ട് പോലെ തന്നെ. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ. ഹല്ലേലൂയ. ആ പാട്ട് ഇങ്ങനെയാണ്, ഞാനിപ്പോഴും പാടി ധ്യാനിക്കുന്ന ഒരു പാട്ടാണ്. നിന്റെ ഹിതം പോലെ നിത്യം താടണമേ എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ്റെ യഹോവേ നിന്റെ നിത്യം നാടണമേ. ഹല്ലേലൂയ. ആ പാട്ട് ധ്യാനിച്ചു പാടിയ നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും. കർത്താവ് അറിയാത്ത ഒരു കാര്യവുമില്ല എൻ്റെ മകനെ, മകളെ. ഹല്ലേലൂയ. സ്തോത്രം. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവം, നിന്റെ ഉൾക്കാമ്പുകളെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. രാപ്പകൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഓ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ വഴികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അടുത്ത 4 മുതൽ 5 വാക്യങ്ങൾ, അത് നേരെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. അതൊന്ന് വായിക്കാം. ആ ആ ആ ഹല്ലേലൂയ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഈ കാറ്റ് പാറ്റുന്ന പതിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോതമ്പ് വയൽ അതുപോലെയുള്ള നെൽവയലുകളൊക്കെ നോക്കിയാൽ ചില സമയത്ത് കൊയ്ത്ത് കഴിയേണ്ട കാലം കഴിഞ്ഞാലും ചില തടസ്സങ്ങൾ കൊണ്ട് കൊയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ കിളികളെല്ലാം ആരവം വെച്ച് ഇങ്ങനെ വന്ന് ഈ നെൽമണികൾ, ഗോതമ്പ് മണികളെല്ലാം കൊത്തി തിന്നുകൊണ്ട് പോകും. അതുപോലെ ഭയങ്കരമായ കാറ്റടിക്കുമ്പോൾ ഈ മണികളെല്ലാം കാറ്റ് തെറിച്ച് ഇതിലെല്ലാം പോകും. അപ്പോൾ അതിൻ്റെ പുറയിലുള്ള അധ്വാനം ഒന്ന് ഓർത്തോണം. കഴിഞ്ഞ ഒരു വർഷം അതിന് തക്ക സമയത്ത് വളമിടുകയും അതിൻ്റെ കളകൾ പറിക്കുകയും അതിനെ നോക്കുകയും ചെയ്യുന്ന കർഷകൻ്റെ ആ അധ്വാനം ഒന്ന് ഓർത്തോണം. അവൻ ചങ്കുപൊട്ടി കരയും. ബാങ്കിൽ നിന്നൊക്കെ ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഈ കൃഷി തുടങ്ങിയത്. ചിലപ്പോൾ അറിയാൻ മേലാത്ത രീതിയിലുള്ള മഴയായിരിക്കും പൊടുന്നനെ ഉണ്ടാകുന്നത്. കൊയ്യാൻ പാകമായി നിൽക്കുന്ന നെൽമണി വിത്തുകളൊക്കെയാണ്. അതെല്ലാം ഈ കൊടുങ്കാറ്റത്ത് ചെതറിപ്പോവും.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരെ കുറിച്ചാണ്. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഒരുപാട് ഓടി അധ്വാനിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധി രാപ്പകൽ ധ്യാനിക്കുന്നവനല്ലെന്ന് വരികില്ല. നീ ഏതെല്ലാം രീതി വക്ര ഹൃദയങ്ങളോടെ ഓടി ആരെല്ലാം കളിപ്പിച്ച് എന്തെല്ലാം മാറിക്കൂട്ടിയെന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ലാതെ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഹല്ലേലൂയ. അങ്ങനെയാണ് ദുഷ്ടനെ കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരാളൊരു കാര്യം പറഞ്ഞു, നമ്മളത് മറുപടി ഒന്നും പറയാതെ നമ്മൾ അത് മനസ്സിൽ വെച്ചു. ഭൂലോക നുണയാണ് പറഞ്ഞത്. അത് വേറൊരാൾ മുഖേന ആ പറഞ്ഞത് ഭൂലോക നുണയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും വില നമ്മൾ കൊടുക്കുമോ? കൊടുക്കുകയില്ല. അവൻ ഭൂലോക നുണയനാണെന്ന് പറയും, അല്ല അവൾ ഭൂലോക നുണച്ചിയാന്ന് പറയും. ഇല്ലേ? അയാൾ പറഞ്ഞിട്ടില്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. പിന്നീട് ആ കണ്ണിക്കൂടെ അവരെ കാണുകയുള്ളൂ. അവരെന്താ പറഞ്ഞാലും നമ്മൾ വർത്താനം അവരോട് പറയാൻ പോകത്തില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവരെ ആരും പരിഗണിക്കുക പോലുമില്ല. ചിലരുടെയൊക്കെ ജീവിത രീതി പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. അവരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ സത്യം മാത്രം സംസാരിച്ച് നീതിയുടെ മാർഗത്തിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഒരു കാലത്തും പ്രതികൂലങ്ങളും ഭാരങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു കാലത്തും ദൈവം നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഹല്ലേലൂയ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ ദൈവം നമുക്ക് മുമ്പായിട്ട് വഴിയൊരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. കുറുക്കു വഴി തേടുന്നവരുടെ എല്ലാം കാര്യം ഇങ്ങനെയാണ്. കൈക്കൂലി വാങ്ങിക്കുന്നവരുടെ എല്ലാം കാര്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ കൈക്കൂലി വാങ്ങി കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ കണ്ടു, കോടികൾ സമ്പാദിച്ചു. എന്ത് പ്രയോജനം? അതെല്ലാം ഗവൺമെൻറ് കൊണ്ടുപോകും. അത്യാർത്ഥിയാണ്. ഇതെല്ലാം വാരിക്കൂട്ടിയാൽ അർഹതയില്ലാത്ത പണമാണ്. ഇതെല്ലാം വാരിക്കൂട്ടിയാൽ അവനേതാണ്ട് സ്വർഗം ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയിലാണ് പിശാച് അവനെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. എന്നാൽ അധ്വാനിച്ച് ഭാരപ്പെട്ട് ഗവൺമെൻറ്റിന് കറക്റ്റ് ടാക്സും കൊടുത്ത് ഹല്ലേലൂയ ഉണ്ടാക്കുന്ന പൈസ കുറച്ചേ ഉള്ളെന്ന് വരികിലും ഹല്ലേലൂയ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാനും ഹല്ലേലൂയ അത് കണ്ട് സന്തതിയെ ദൈവം ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ആമേൻ. നീതിമാന്മാരുടെ വഴി അറിയും, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. ഹല്ലേലൂയ.
എത്ര വാസ്തവമായ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് പകരാം. ഹല്ലേലൂയ. കർത്താവ് ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. എൻ്റെ മകനെ, മകളെ, എന്നെ കേൾക്കുന്ന ആരുമാകട്ടെ, നിന്റെ ഭാരങ്ങൾ അറിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ആ ദൈവസന്നിധിയിലല്ല നമ്മളെ തന്നെ ഹല്ലേലൂയ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിന്റെ ഭാരങ്ങളും വേദനകളും എല്ലാം ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നീതിമാന്മാരുടെ വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പകരാം. ഹല്ലേലൂയ. കരുതുന്നവേ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവേ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് പകരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.